കേരളത്തെ നടുക്കിയ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയെ ഇന്ന് വിചാരണ കോടതി നേരിട്ട് ചോദ്യം ചെയ്യും. സാക്ഷി വിസ്താരത്തിനുമേലുള്ള ചോദ്യങ്ങൾ കേഡലിനോട് കോടതി ഉന്നയിക്കും. മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം 4 പേരെ 2017 കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് സമീപം ബെയിൽസ് കോമ്പൗണ്ടിൽ 2017 ഏപ്രിലിലായിരുന്നു കേരളം ഞെട്ടിയ കൂട്ടക്കൊലപാതകം. വീട്ടിൽ നിന്ന് പുക ഉയർന്നത് കണ്ടപ്പോൾ വീടിന് തീപിടിച്ചു എന്നാണ് നാട്ടുകാർ കരുതിയത്. വീട് പൊളിച്ച് അകത്തുകടന്ന പോലീസ് ഞെട്ടി. കത്തിക്കരിഞ്ഞ നിലയിൽ 3 മൃതദേഹങ്ങൾ, അതിനരികിൽ ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടിയ നിലയിൽ പുഴുവരിച്ച മറ്റൊരു മൃതദേഹം. കേതലിന്റെ പിതാവ് പ്രൊഫസർ രാജാ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോളിൻ, ബന്ധുവായ ലളിത എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. കൃത്യം നടന്ന് 8 വർഷത്തിനു ശേഷമാണ് വിചാരണ നടപടികളിലേക്ക് കോടതി കടക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഇന്ന് പ്രതിയെ ഹാജരാക്കാൻ കോടതി സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് ഉത്തരവിട്ടു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരം ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 313(1)(b) പ്രകാരമാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും കേസ് റെക്കോർഡുകളും പരിശോധിച്ച കോടതി നേരിട്ട് തയ്യാറാക്കിയ ചോദ്യാവലി പ്രകാരം പ്രതിയെ ചോദ്യം ചെയ്യും. ഡയസിന് സമീപം വിളിച്ചു വരുത്തിയാകും കേതലിനെ കോടതി ചോദ്യം ചെയ്യുക. 2017 ഏപ്രിൽ 5 ബുധനാഴ്ചയ്ക്കും 8 ശനിയാഴ്ചയ്ക്കുമിടയിലാണ് കുടുംബത്തിലെ ഒരാളെ പോലും ബാക്കി വെക്കാതെ കേതൽ കൊലപ്പെടുത്തിയത്. ആത്മാവിനെ സ്വതന്ത്ര സഞ്ചാരത്തിന് വിടാനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പൈശാചിക രീതി പരീക്ഷിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് കേതൽ തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.